ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക സാങ്കേതിക സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര റിപ്പോർട്ട്. കേരള നിയമസഭയിൽ നന്ദിപ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ഝാർഖണ്ഡിനെ തോൽപ്പിച്ച് മേഘാലയ ബോയ്സ് ടീം ഖേലോ ഇന്ത്യ ഫുട്ബോൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇരുസഭകളിലെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 31-ന് രാഷ്ട്രപതിയുടെ പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1-ന് ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. അടുത്ത മാസം 9 വരെയാണ് സമ്മേളനം. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. 1948-ൽ ഇതേ ദിവസമാണ് മഹാത്മാഗാന്ധി വിടവാങ്ങിയത്. ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ സമാധിയായ രാജ്ഘട്ടിൽ രാവിലെ സർവധർമ്മ പ്രാർത്ഥനാ സഭ നടക്കും. പ്രമുഖർ രാജ്ഘട്ടിലെത്തി സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ അനുസ്മരണ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തും. രാജ്യം ഇന്ന് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നു. ഗാന്ധിജിക്ക് കുഷ്ഠരോഗികളോട് ഉണ്ടായിരുന്ന ദയാവായ്പും അനുകമ്പയും കണക്കിലെടുത്താണ് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത്. ദിനാചരണത്തോടനുബന്ധിച്ച് കേരളത്തിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന 2 ആഴ്ച നീണ്ടുനിൽക്കുന്ന പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. പരിപാടിയുടെ ഭാഗമായി ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത്, വാർഡ് തലങ്ങളിൽ വ്യാപകമായി ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കും. അമേരിക്കയ്ക്കും UK-യ്ക്കും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക സാങ്കേതിക സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര സാമ്പത്തികകാര്യ വകുപ്പിന്റെ റിപ്പോർട്ട്. വിപണി മൂലധനവൽക്കരണത്തിൽ ലോകത്തിലെ 4ാമത്തെ വലിയ ഓഹരി വിപണിയായും രാജ്യം മാറിയെന്നും ജനുവരി മാസത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്. തുടർച്ചയായ 3ാം വർഷവും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് 7% വളർച്ച നേടിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2014 മുതൽ നടപ്പാക്കിയ ഘടനാപരമായ പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയുടെ ചെറുഘടകങ്ങളെയും ശക്തിപ്പെടുത്തി. കഴിഞ്ഞ 10 വർഷത്തിനിടെ പൊതുമേഖലാ മൂലധന നിക്ഷേപത്തിൽ വൻ വർധനയുണ്ടായി. സ്ഥിരമായ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ ദൃഢതയാർന്ന പ്രതിബദ്ധതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. തൊഴിൽ, വ്യാപാര നടപടിക്രമം ലഘൂകരിക്കൽ, കാർഷിക മേഖല, ഇ-കൊമേഴ്സ്, കാലാവസ്ഥാ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലും പുരോഗതിയുണ്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജനയ്ക്ക് കീഴിൽ ബാങ്ക് അക്കൗണ്ടുള്ള സ്ത്രീകളുടെ അനുപാതം 2015-16 53% നിന്ന് 2019-21 78.6% വർദ്ധിച്ചു. സ്ത്രീകളുടെ തൊഴിലാളി പങ്കാളിത്തം 2017-18 23.3% വർഷത്തിനിടെ മികച്ച തോതിൽ ഉയർന്നെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സുമായി സംസാരിച്ചു. വിഷയത്തിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും താൽപര്യങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. തൊഴിലിനു പകരം ഭൂമി പ്രതിഫലം വാങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാറിൽ RJD നേതാവ് ലാലു പ്രസാദ് യാദവിനെ ED ചോദ്യം ചെയ്തു. പട്ന റീജിയണൽ ഓഫീസിൽ നടന്ന ചോദ്യം ചെയ്യൽ 10 മണിക്കൂറോളം നീണ്ടു. മകൾക്കൊപ്പം ഇന്നലെ രാവിലെയാണ് ലാലു പ്രസാദ് യാദവ് ED ഓഫീസിലെത്തിയത്. UPA സർക്കാരിൽ റെയിൽവേ മന്ത്രിയായിരുന്ന സമയത്താണ് ലാലു പ്രസാദ് യാദവ് അഴിമതി നടത്തിയതായി പരാതിയുള്ളത്. ലാലു പ്രസാദിന്റെ കുടുംബാംഗങ്ങളും കേസിൽ പ്രതിയാണ്. കള്ളപ്പണക്കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തിന് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ചോദ്യം ചെയ്യാനായില്ല. ഇന്നലെ സോറന്റെ ന്യൂഡൽഹിയിലെ വസതിയിൽ ED എത്തിയെങ്കിലും അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. സൈനിക ഭൂമി അനധികൃതമായി വിറ്റതുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് സംഘം ചോദ്യം ചെയ്യുക. കേസിൽ ഈ മാസം 20-ന് സോറനെ റാഞ്ചിയിലെ വസതിയിൽ ED ചോദ്യം ചെയ്തിരുന്നു. 15 സംസ്ഥാനങ്ങളിലെ 56 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 27-ന് നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ സീറ്റുകളിലെ അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. ഉത്തർപ്രദേശിലാണ് കൂടുതൽ സീറ്റുകളിൽ ഒഴിവ് വരുന്നത്. 10 സീറ്റുകൾ. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, പർഷോത്തം രൂപാല, മൻസുഖ് മാണ്ഡവ്യ, ധർമ്മേന്ദ്ര പ്രധാൻ, നാരായൺ റാണെ, രാജീവ് ചന്ദ്രശേഖർ, L. മുരുകൻ, V. മുരളീധരൻ, BJP അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയ MPമാർ ഈ വർഷം ഏപ്രിലിൽ കാലാവധി പൂർത്തിയാക്കുകയാണ്. അടുത്ത മാസം 8-ന് വിജ്ഞാപനമിറക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ഭാരത് പർവ് പ്രദർശനം നാളെ സമാപിക്കും. വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് 23 മുതൽ 9 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. 26 കേന്ദ്ര മന്ത്രാലയങ്ങളും വകുപ്പുകളും പങ്കെടുക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള കലാ സാംസ്കാരിക പരിപാടി, പാചകമേള, കരകൌശല കൈത്തറി സ്റ്റാളുകൾ എന്നിവ അടക്കം 30-ലധികം പവലിയനുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള ബീറ്റിംഗ് റിട്രീറ്റ് ഡൽഹിയിലെ വിജയ് ചൌക്കിൽ നടന്നു. വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രൌഢഗംഭീരമായ ബാൻഡ് മേളത്തിന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാക്ഷിയായി. സൈനിക ശക്തിയുടെ വിളംബരമായ റിപ്പബ്ലിക് ദിന പരേഡിൽ തുടങ്ങിയ ആഘോഷത്തിനാണ് സേനകളുടെ കലാപ്രകടനത്തോടെ സമാപനമായത്. ദേശീയ ഊർജ്ജ സംരക്ഷണ വാരാചരണത്തിന്റെ 2ാം പതിപ്പ് അടുത്ത മാസം 6 മുതൽ 9 വരെ ഗോവയിൽ നടക്കും. 17 രാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഊർജ്ജരംഗത്തെ നേട്ടങ്ങൾ പ്രദർശിപ്പിക്കാനും കൂടുതൽ വളർച്ചയ്ക്ക് വേദിയൊരുക്കാനുമുള്ള അവസരമാണ് ഇന്ത്യ എനർജി വീക്ക് എന്നും മന്ത്രി പറഞ്ഞു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ചർച്ച നാളെ അവസാനിക്കും. അതിനിടെ 15ാം കേരള നിയമസഭയുടെ 10ാം സമ്മേളനം വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനിച്ചു. വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കി ഫെബ്രുവരി 15-ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും. പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് തീരുമാനം. നേരത്തെ മാർച്ച് 27 വരെ സമ്മേളനം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ബജറ്റ് ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കും. പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അരമാനെ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഒമാനിലെത്തും. ഒമാൻ പ്രതിരോധ സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ നസീർ ബിൻ അൽ സാബിയയുമായി 12ാമത് സംയുക്ത സൈനിക സഹകരണ സമിതി യോഗത്തിൽ സംബന്ധിക്കും. ഉഭയകക്ഷി ചർച്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശ്രീ അരമാന അവലോകനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തങ്ങളുടെ വീക്ഷണങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും. 38 വർഷത്തെ സേവനത്തിന് ശേഷം ഇന്ത്യൻ നാവികസേനയുടെ സർവേ കപ്പൽ INS നിരുപക് വിടവാങ്ങി. വിശാഖപട്ടണത്ത് നാവികസേന ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ വൈസ് അഡ്മിറൽ അധീർ അറോ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച കപ്പലാണ് INS നിരുപക്. തമിഴ്നാട്ടിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ ഫുട്ബോൾ സെമി ഫൈനലിൽ ജാർഖണ്ഡിനെ 5-3 തോൽപ്പിച്ച് മേഘാലയ ബോയ്സ് ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ മേഘാലയ പഞ്ചാബിനെ നേരിടും. മറ്റൊരു സെമിയിൽ പഞ്ചാബ് 1-0-ന് ഒഡീഷയെ പരാജയപ്പെടുത്തി. ഫെബ്രുവരി 2 മുതൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജയും KL രാഹുലും കളിക്കില്ലെന്ന് BCCI അറിയിച്ചു. 2 പേർക്കും പരിക്കുണ്ട്. ഞായറാഴ്ച ഹൈദരാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ 28 റൺസിന് തോറ്റിരുന്നു. സർഫറാസ് ഖാൻ, സൌരവ് കുമാർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരെയാണ് സെലക്ഷൻ കമ്മിറ്റി ടീമിൽ ഉൾപ്പെടുത്തിയത്. കണ്ണൂരിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സൂപ്പർ 6-ൽ ഇന്നലെ മുത്തൂറ്റ് ഫുട്ബോൾ അക്കാദമി സാറ്റ് തിരൂരിനെ ഏകപക്ഷീയമായ 3 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിന് കേരള പോലീസ് വയനാട് യുണൈറ്റഡ് FCയെ പരാജയപ്പെടുത്തി. ഇന്ന് മത്സരമില്ല. അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവത്തെ ഇന്ത്യ അപലപിച്ചു. സംഭവത്തിൽ US-ലെ ഇന്ത്യൻ വിദേശകാര്യ പ്രതിനിധി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ജോർജിയയിലെ ലിത്തോണിയയിൽ താമസിക്കുന്ന 25-കാരനായ വിവേക് സൈനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവം നടന്നയുടൻ വിവേക് സൈനിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതായും മൃതദേഹം ഇന്ത്യയിലേക്ക് അയക്കുന്നതിന് എല്ലാ സഹായവും നൽകിയതായും കോൺസുലേറ്റ് അറിയിച്ചു. വീടില്ലാത്തതിനെ തുടർന്ന് സൈനി അഭയം നൽകിയ ആളാണ് കൊലപാതകം നടത്തിയത്. ഇയാൾ മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് അറിയിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളായ സുഡാനും ദക്ഷിണ സുഡാനും തമ്മിൽ തർക്കപ്രദേശങ്ങളെ ചൊല്ലിയുണ്ടായ ആക്രമണങ്ങളിൽ 52 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. എണ്ണസമ്പന്നമായ അബേ മേഖലയിൽ നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കം കൊല്ലപ്പെട്ടു. അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് 2021 ശേഷം നടന്ന ഏറ്റവും രൂക്ഷമായ ആക്രമണമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് നടക്കും. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവിന് രാജ്യം ഇന്ന് സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക സാങ്കേതിക സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര റിപ്പോർട്ട്. കേരള നിയമസഭയിൽ നന്ദി പ്രമേയത്തിന്മേലുള്ള ചർച്ച ഇന്നും തുടരും. ജാർഖണ്ഡിനെ തോൽപ്പിച്ച് മേഘാലയ ബോയ്സ് ടീം ഖേലോ ഇന്ത്യ ഫുട്ബോൾ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.